എപ്പിസോഡ് ആരംഭത്തിൽ കഥാനായികയായ സിയ മരിച്ചു കിടക്കുന്ന അവളുടെ ബോഡി നോക്കി ഓഫീസിൽ എല്ലാവരും നോക്കി നിൽക്കുന്നതാണ്. അവർ പറയുന്നത് അമിതമായി ജോലി മൂലം മരിച്ചതാകാം. ഇത് എങ്ങനെയാ കന്നുകാലികളെ പോലെയല്ലേ വർക്ക് ചെയ്യുന്നത് എന്നവർ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവളുടെ ആത്മാവ് വരുന്നത്. ഇവൾ അവളുടെ ബോഡി കണ്ടതും അയ്യോ ഇത് ഞാനല്ലേ, എങ്ങനെയായി എന്ന് ചിന്തിക്കുമ്പോഴാണ് അവൾ മരിച്ചത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ഓഫീസിൽ കഴിഞ്ഞ് പോകും വഴി നോവൽ വായിച്ച് രസിച്ചാണ് അവർ വരുന്നത്. അപ്പോൾ അവൾക്ക് എതിരെ വരുന്നൊരു കാറ് അവൾ ശ്രദ്ധിച്ചില്ല. കാറ് വേഗത്തിൽ വന്നതും അവൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. ഇപ്പോൾ അവൾ വായിച്ചു കൊണ്ടിരിക്കുന്ന നോവലിൻ്റെ ലോകത്തേക്ക് ടൈം ട്രാവൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മരിച്ചു കിടക്കുന്ന അവളുടെ ആ കഥാപാത്രത്തിലെ പ്രധാന കഥാപാത്രമാണ്. ഓഫീസിൽ അവളുടെ മരണത്തിന് സാഹചര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുകയായിരിക്കും. അതേസമയം സംഭവം അറിഞ്ഞ് കമ്പനി സിഇഒ ആയ ഹീറോ ജങ് അവിടെ എത്തുന്നു. ഓവർ ടൈം ജോലി ചെയ്തതിന് ഹീറോ അവളുടെ കുടുംബത്തിന് എന്തെങ്കിലും നഷ്ടപരിഹാരം ചെയ്യാം, ആദ്യം അവളെ ദഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് കേട്ടതും ഇവളും വേഗം ഭയന്നെഴുന്നേറ്റ് എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഉറക്കെ കൂവി. ഇത് കണ്ടതും എല്ലാവരും ഷോക്കായി. അവളെ കൊണ്ടുപോകാൻ വന്ന നേഴ്സ് പേടിച്ച് സ്ട്രക്ചർ തള്ളി മാറ്റുമ്പോൾ ഹീറോയുടെ കാൽ തട്ടി അവളുടെ മേൽ വീണ് അവളെ കിസ് ചെയ്യുന്നു. ഹീറോ ഞെട്ടി നീ ചത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? ഉറങ്ങിയായിരുന്നെങ്കിൽ എന്തിനാണ് മരിച്ചതായി നടിച്ചത്? ഓഫീസ് മുഴുവൻ നിന്നോർത്ത് എത്രമാത്രം പേടിച്ചെന്ന് ടീം മാനേജർ പറഞ്ഞപ്പോൾ ശമ്പളമില്ലാതെ ജീവനക്കാരെ 3 പകലും 3 രാത്രി തുടർച്ചയായി ജോലി ചെയ്യിപ്പിച്ച് ശരിയായ രീതിയിൽ പോലും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ജോലി ചെയ്ത് മരിച്ചാൽ നിങ്ങൾക്കായിരിക്കും കൂടുതൽ ജോലി എന്നറിഞ്ഞുകൊണ്ടല്ലേ ഇത് ചെയ്തത്. എന്നാൽ ടീം മാനേജർ അത് സമ്മതിക്കുന്നത് പോലുമില്ല. തെളിവിനായിട്ട് ഫൂട്ടേജ് വരെ ഉണ്ടെന്ന് പറഞ്ഞതും മാനേജർ ഒന്ന് ഞെട്ടി. ഹീറോയോട് ഇവൾ പറയുന്നതൊക്കെ നുണയാണെന്ന് പറഞ്ഞ് ചെന്നതും ഹീറോ അവരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. മാനേജർ ഒരു ചാൻസ് കൂടി തരാനായി കെഞ്ചുമ്പോൾ ഹീറോ മൈൻഡ് പോലും ആക്കില്ല. ഹീറോ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് നഷ്ടപരിഹാരമായി 6 മാസത്തെ ശമ്പളം കൂടി തരാം എന്ന് കേട്ടതും അവൾ കൂടുതൽ ഹാപ്പിയായി. മരണശേഷം ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് അവളുടെ ജീവിതം നന്നായി തന്നെ പോകുന്ന സന്തോഷത്തിൽ തിരിയുമ്പോൾ അവളുടെ റൂമിൽ ഒരു ഗിഫ്റ്റ് കാണുന്നു. തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പാവയായിരിക്കും. ഹീറോ പോലെ ഉണ്ടല്ലെന്ന് പറഞ്ഞ് ഹീറോ കിസ് ചെയ്ത കാര്യം ഓർത്ത് എക്സൈറ്റഡായി ആ പാവയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. എന്നാൽ മറുവശത്ത് മീറ്റിംഗിലായിരുന്ന ഹീറോയ്ക്ക് ആരോ തന്റെ ചുണ്ടിൽ ഉമ്മച്ചായി ഫീലായി. വീണ്ടും അവൾ പാവയുടെ കവിളിൽ ഉമ്മ കൊടുത്തതും കിട്ടുന്നത് ഇവിടെ ഹീറോയ്ക്കാണ്. ഹീറോ ഇനി അസിസ്റ്റന്റ് ആയിരിക്കുമോ എന്ന് കരുതി തിരിഞ്ഞു. അസിസ്റ്റന്റ് എന്ത് പറ്റി സാർ എന്ന് ചോദിച്ച് അറിയാതെ അയാളുടെ കൈ തട്ടി ഫോൺ നിലത്ത് വീണു. അപ്പോൾ ഇവിടെ ഇവൾ ആ പാവയുടെ പാൻറ് ഇറക്കുമ്പോൾ ഹീറോയുടെ പാൻറ് തനിയെ ഊരിപ്പോവുകയാണ്. ഇത് ചെയ്തത് അസിസ്റ്റന്റ് ആണെന്ന് കരുതി മതി നാളെ എങ്ങാനും മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങി. അസിസ്റ്റന്റ് സാറിന് എന്ത് പറ്റിയെന്ന് കരുതി പിന്നാലെ വരുമ്പോൾ ഹീറോ ഞാൻ നീ കരുതുന്ന ആളെയല്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയി. അസിസ്റ്റന്റ് ആണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. വീട്ടിലെത്തിയ ഹീറോ കുളിക്കുമ്പോൾ അവിടെ ആ പാവയുടെ മേൽ ഡ്രസ്സേ കാണുന്നില്ല. അത് കണ്ട സിയ ഷോക്കായി. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഡ്രസ്സ് മാറിയത്? ഞാനെങ്ങാനും മാറ്റിയില്ലല്ലോ. അവൾ അതെടുക്കുമ്പോൾ മൊത്തം നനഞ്ഞിട്ടുണ്ടാകും. ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൾ ഹെയർ ഡ്രൈ എടുക്കാനായി പോയി. അപ്പോഴേക്കും ഹീറോ കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ കിടക്കാൻ പോയതുള്ളൂ. ഇവിടെ ഇവൾ ഹെയർ ഡ്രൈ എടുത്ത് വരുമ്പോൾ പാവ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നു. ഇത് കണ്ട് അവൾ കൺഫ്യൂഷനായി. തൊട്ടു നോക്കുമ്പോൾ പാവ ഉണങ്ങിയിരിക്കുന്നു. അവൾക്ക് തന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്നാൽ അവൾ അത്ര കാര്യമായിട്ട് എടുക്കാതെ പാവ ഡ്രസ്സ് അങ്ങഴിച്ചതും ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന ഹീറോ ഡ്രസ്സ് പോലുമില്ല. ആരോ അവന് തൊടുന്നത് പോലെയൊക്കെ ഫീലായതിനാൽ ഞെട്ടിയെഴുന്നേറ്റ് ഹീറോ ദേഹത്തൊരു തുണി പോലും കാണുന്നില്ല. പിറ്റേ ദിവസം സിഇഒ ഓഫീസിലെത്തുമ്പോൾ കാണുന്നവർ അവൾക്കിപ്പോൾ യാതൊരുവിധ കുഴപ്പമില്ലല്ലോ, ഞാനാണെങ്കിൽ ക്ഷീണത്തിൽ വെട്ടിയിട്ട വാഴ പോലെ കിടന്നനെ എന്നൊക്കെ പറഞ്ഞ് അവർ അവൾക്കൊരു പണി കൊടുക്കാനായിട്ട് ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് ഇതൊന്ന് സാറിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പ് മേടിക്കുമോ എന്ന് ചോദിച്ചു. അവളും സമ്മതിച്ച് ഫയൽ ഹീറോയുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി. ഇവിടെ രാത്രി സംഭവിച്ച കാര്യം ഓർത്ത് ഇരിക്കുകയായിരിക്കും ഹീറോ. അപ്പോഴേക്കും അസിസ്റ്റന്റ് വരുമ്പോൾ ഇനി ഇതിന് പിന്നിൽ അസിസ്റ്റന്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് മാറി നിൽക്ക്, ഇവിടെ തന്നെ നിന്നാ മതി. അസിസ്റ്റന്റ് ആണെങ്കിൽ കാര്യം എന്താണെന്ന് ഒരു എത്തും പിടുത്തുമില്ല. ഇന്ന് കരയുമ്പോൾ ബാ
എന്ന് പറഞ്ഞ് വിളിച്ച് ഹീറോയ്ക്ക് ഇന്ന് ഒരു കോക്ടെയിൽ പാർട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ ഹീറോ പോണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ഹീറോയുടെ അമ്മ ഹീറോ കോക്ടെയിൽ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ അമ്മ ആത്മഹത്യ ശ്രമിക്കുന്ന വീഡിയോ കാണിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഹീറോ വേഗം ഒരു പെണ്ണിനെ കണ്ടെത്തി അവളെ വിവാഹം ചെയ്ത് ഒരു കൊച്ചുമകനെ കിട്ടാനായിട്ടാണ്. അമ്മ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് ആകെ ശോകമായിരിക്കുമ്പോഴാണ് CI കാണുന്നത്. അവളെ കണ്ടതും നീ വന്നത് കൃത്യസമയത്താണ്. അവൻ്റെ കാർഡ് എടുത്ത് നീ എനിക്കൊരു സഹായം ചെയ്യണം. നാളെ ഇന്ന സ്ഥലത്ത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാർഡ് കണ്ടതും അവൾ ഉടനെ തന്നെ സമ്മതിച്ചു. എന്നാൽ എന്തിനാണെന്ന് പോലും ചോദിച്ചില്ല. അവൾ പോകുമ്പോഴാണ് ഹീറോ അവളുടെ പാവ കണ്ടത്. എന്താണ്? ഓ, ഇത് എൻ്റെ മാച്ചോ? അപ്പോൾ അസിസ്റ്റന്റ് ആ പാവയെ കാണുമ്പോൾ ഇത് സാറിനെ പോലെ ഉണ്ടല്ലോ, ആണോ എന്ന് പറഞ്ഞ് അവൾ പാവയുടെ കവിൾ നുള്ളുമ്പോൾ ഹീറോയ്ക്കായിരിക്കും അനുഭവപ്പെടുക. ഇനി ടോയ്ക്ക് താനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയിച്ച് ഹീറോ അത് തൊടാനായി കൈ നീട്ടിയതും അടുത്ത നിമിഷം അമിതമായി ചിന്തിക്കിട്ട് ആകാം ഇങ്ങനെയൊക്കെ തോന്നലെന്ന് പറഞ്ഞ് കൈമാറ്റി. നാളത്തെ കാര്യം മറക്കണ്ട. ഇവളും ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ കോക്ടെയിൽ പാർട്ടിയിൽ എത്തുമ്പോൾ ഹീറോയ്ക്കൊപ്പം വന്ന സിയാനെ കണ്ടായിരിക്കും എല്ലാവരും നോക്കുക. കാരണം അവർക്കെല്ലാവർക്കും അറിയാം ഹീറോ സിംഗിളാണെന്നുള്ളത്. ഹീറോ ഈ പെൺകുട്ടിയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്നും ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അന്നേരം അവളെ ഹീറോയെ മൂടിയൊരു കൂട്ടം പെൺകുട്ടികൾ വരുമ്പോൾ അവളും എന്നാ പിന്നെ ഞാനൊക്കെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി വരാം എന്ന് പറഞ്ഞു പോയി. സിയെ കാണുമ്പോൾ ഒരു പെൺകുട്ടി അവളെ തന്നെ നോക്കിയിരിക്കായിരിക്കും. അത് മറ്റാരുമല്ല, സാൻ കുടുംബത്തിലെ മകൾ മിസ് സാനാണ്. സിയനെ കണ്ടതും നല്ല കലിപ്പിലാണ്. കാരണം ഹീറോയെ സാൻ വളയ്ക്കാൻ നോക്കുന്നവളാണ്. ഹീറോയ്ക്ക് അർഹതയില്ല ഓരോരു വ്യക്തി അവൾ മാത്രമാണെന്ന് പറഞ്ഞ് സിയ തൻ്റെ ശത്രുവാക്കി പ്രതികാരം ചെയ്യാനായി പോകുന്നു. ഇവിടെ സിയ ഇതൊന്നും അറിയാതെ സുഖമായി ഭക്ഷണം കഴിക്കുകയാണ്. അവളുടെ കഴിപ്പ് കണ്ട് നീ ഒരു പന്നിയെ പോലെയാണല്ലോ കഴിക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കി. ഇവളും തിരിച്ച് ആൻറ്റി, നിങ്ങൾ എന്നോട് തന്നെയാണോ പറയുന്നത്? കേട്ടതും ആൻറ്റിയോ, നിനക്ക് ഞാൻ ആരാണെന്നുള്ളത് അറിയോ എന്ന് അവളുടെ മേൽ ഡ്രിങ്ക് ഒഴിച്ചു. അവൾ അവളുടെ മേൽ ഡ്രിങ്ക് ഒഴിക്കാൻ പോകുമ്പോഴേക്കും ഹീറോ അവളുടെ മുന്നിൽ പെട്ടതിനാൽ ഹീറോയ്ക്ക് മേലായിരിക്കും ഡ്രിങ്ക് ഒഴിക്കുക. ഉടനെ ആ ലേഡി സോറി പറഞ്ഞ് അത് തുടച്ചു മാറ്റാനായി ടവലെടുക്കുമ്പോൾ ഹീറോ കൈ തട്ടി മാറ്റി. ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് നൽകി. എല്ലാവരും പോയതിന് പിന്നാലെ ഹീറോ ഡ്രസ്സ് മാറാനായി പോയപ്പോൾ പിന്നാലെ സിയയും അവളുടെ ടോയിനെ ഉണക്കാനായി പോയി. ബാത്റൂമിൽ കയറി അവൾ പാവയെ നല്ലോണം ഒന്ന് കുളിപ്പിച്ചു. അതേസമയം ഹീറോ വസ്ത്രം മാറുകയാണ്. പെട്ടെന്ന് തലയ്ക്ക് മുകളിൽ വെള്ളമാരോ കമ്മത്തുന്നു. പാവയുടെ കുളിയെല്ലാം കഴിയുമ്പോൾ അവൾ പാവയെ ഹെയർ ഡ്രൈ വെച്ച് ഉണക്കുമ്പോൾ അതും ഇവിടെ ഹീറോയ്ക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോഴാണ് അവന് ചുറ്റും നടന്ന കാര്യങ്ങൾ ഓർത്ത് അമ്മയെ കോൾ ചെയ്യുകയാണ്. ശേഷം അവൾ പാവയെ കുളിപ്പിച്ച് കഴിഞ്ഞ് പുറത്തു നിൽക്കുകയായിരിക്കും. അപ്പോൾ വീണ്ടും സാന അവളെ ചൊറിയാനായി വന്ന് അവസാന പോരാട്ടം തന്നെ ആരംഭിച്ചു. പണത്തിന് വേണ്ടി നീ അവൻ്റെ പിന്നാലെ പോകുന്നതും താമസിക്കുന്നെന്ന് പറഞ്ഞ് അവളുടെ പാവ തട്ടിയെടുത്തു. ദേഷ്യത്തോടെ സാൻ അവളെ കുളത്തിലേക്ക് തള്ളിയിടുമ്പോൾ സിയെ അവളുടെ കൈ പിടിച്ചു. രണ്ടുപേരായിരിക്കും കുളത്തിലേക്ക് വീഴുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹീറോ എത്തി. പെട്ടെന്നാണ് ഹീറോ മുഴുവനായി നനഞ്ഞത്. എന്തോ പ്രശ്നമുണ്ടെന്നറിഞ്ഞ ഹീറോ വേഗം വെള്ളത്തിലേക്ക് ചാടി സിയെ മാത്രം രക്ഷിക്കുന്നു. പിന്നീട് സിയ കണ്ണു തുറക്കുമ്പോൾ കുറച്ചു മുമ്പ് നടന്ന സംഭവമൊക്കെ ഓർത്തു. അപ്പോൾ ഹീറോയാണ് അവളെ രക്ഷിച്ചെന്ന് അറിയുകയാണ്. എന്നിട്ട് അവളുടെ പാവയെടുത്ത് നനഞ്ഞ ഡ്രസ്സ് മാറ്റിയതും കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോ ബാത്റൂമിൽ നിന്ന് ഒരു ടവൽ ധരിച്ച് പുറത്തു വന്നത്. അവൻ്റെ ടവൽ മൊത്തം അഴിഞ്ഞു പോയി. എന്നാൽ അവൾ ഹീറോയുടെ ബോഡി കണ്ട് എക്സൈറ്റഡായി കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ്. സോ വേഗം ഹീറോ ടവലൊക്കെ അവളുടെ പാവ താരാനായി പറഞ്ഞു. അവളാണെങ്കിൽ കൊടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. സോ ആ പാവ തട്ടിയെടുത്ത് ഇനി ഇത് ഞാൻ എടുക്കും. ഇവളും വാങ്ങാൻ നോക്കുമ്പോഴാണ് രണ്ടുപേരും ഒരേ ടവലിട്ടതായിട്ട് ഇവൾ നോട്ട് ചെയ്യുന്നത്. കുറച്ചു മുന്നേ ബ്ലാക്കും ഇപ്പോൾ വൈറ്റും. ഇവളാണെങ്കിൽ മണ്ടത്തരമാണ് പറയുന്നെന്ന് കരുതി ഹീറോ അതത്ര വലിയ കാര്യമായിട്ടെടുത്തില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പാവയെ വാങ്ങി ഒരടി കൊടുക്കുമ്പോൾ പതിവ് പോലെ അടി കിട്ടിയത് ഹീറോയ്ക്കാണ്. ഇവനും നിനക്കെന്താ വട്ടായോ? പാവയെ തിരിക്കുന്നത് പോലെ തന്നെ ഹീറോ തിരിക്കുകയാണ്. അപ്പോഴാണ് അവന് മനസ്സിലായത് ഈ പാവയുമായി ഹീറോയ്ക്ക് എന്തോ ബന്ധമുണ്ടെന്ന്. ഹീറോ വിളിച്ചതിനാൽ അതേ പാട്ടിൽ അമ്മ വരികയാണ്. അമ്മയെ കണ്ടതും സാൻ വേഗം ഓടിച്ചെന്ന് ഹീറോയെ ഏതൊരുത്തി വശീകരിക്കാൻ കൂടെ കൂടിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒരു റൂമിലാണെന്ന് കേട്ടപ്പോൾ അമ്മ ചിന്തിക്കുന്നത് അവനു വേണ്ടി ധാരാളം കോടീശ്വര പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് അവനൊരു ലളിതമായ പെൺകുട്ടിയാണ് ഇഷ്ടപ്പെട്ടത്
നേരെ ഹീറോയെ കാണാനായി പോയി. റൂമിന് വെളിയിൽ അസിസ്റ്റന്റ് ആയിരിക്കും നിൽക്കുക. അസിസ്റ്റന്റ് അമ്മയെ കണ്ടതും അവരെ തടഞ്ഞെങ്കിലും അവരെല്ലാവരും കൂടി അകത്തേക്ക് ഇടിച്ചു കയറി. അകത്താണെങ്കിൽ ഹീറോയും അവളും പാവച്ചൊല്ലി അടിപിടിയുണ്ടാക്കുമ്പോൾ അമ്മ റൂമിലേക്ക് കയറുകയാണ്. അവരുടെ നിപ്പ് കണ്ടപ്പോൾ എല്ലാവരും ഷോക്കായി. സാൻ നല്ല ദേഷ്യത്തിലായിരിക്കും. ഹീറോയുടെ അമ്മയോട് വേഗം അവളെ പുറത്താക്കാനായി പറഞ്ഞു. എന്നാൽ അമ്മയ്ക്ക് ഹീറോ ഒരു പെണ്ണിനെ അവൻ്റെ ജീവിതത്തിൽ വന്നതിൽ സന്തോഷമുണ്ട്. സാൻ പറയുന്നതൊന്നും കേട്ടില്ല. അവൾ ആരാണെന്ന് ചോദിച്ചു. ജോലിക്കാരിയാണെന്ന് കേട്ടപ്പോൾ അവൻ ടൈം പാസിന് വേണ്ടിയായിരിക്കും അവളെ കൂടെ കൂട്ടിയത്. അതുകൊണ്ട് അവനോട് എല്ലാം രഹസ്യമായിട്ട് വെച്ചേക്കെന്ന് പറഞ്ഞ് പോവുകയാണ്. അമ്മ പോയതിന് പിന്നാലെ പാവാൾ വാങ്ങിച്ചെടുത്ത് എന്ത് വന്നാലും കൊടുക്കില്ല എന്ന മട്ടിലാണ്. സോ ഹീറോ അവളുടെ ഒരു മാസത്തെ ബോണസ് വെട്ടിക്കുറച്ചു. അതിൻ്റെ ദേഷ്യത്തിൽ അവൾ വീട്ടിലെത്തിയ ഉടനെ ഹീറോയുടെ പ്രതികാരം വീട്ടാനായിട്ട് പാവയ്ക്കൊരു കുട്ടിയുടുപ്പൊക്കെ ഇടിപ്പിക്കുന്നു. ഇവിടെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഹീറോ ജോലിക്കാരുകളോട് തനിക്ക് കുളിക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒരുക്കി വെച്ചേക്ക് എന്ന് പറഞ്ഞതും ഇവർ തിരിയുമ്പോൾ ഷോക്കായി. അവൾ അവിടെ പാവയ്ക്ക് ഇട്ടുകൊടുത്ത അതേ ഡ്രസ്സിൽ ഹീറോ ഇട്ട് നിൽക്കുന്നു. ഹീറോയും ഇവരുടെ ഒരു മാതിരി നോട്ടം കാണുമ്പോഴാണ് അവനൊന്ന് ഞെട്ടുന്നത്. വേഗം റൂമിലേക്ക് ഓടി. പിറ്റേന്ന് അവളെ വിളിച്ചു വരുത്തി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ പാവ എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് വേണമെന്ന്. ആ പാവയെ തന്നാൽ നിനക്ക് ഈ കാർഡ് എടുക്കാം എന്ന് പറഞ്ഞ് ഹീറോ ഒരു കാർഡ് എടുത്തു കൊടുത്തു. എന്നാൽ അവളും പറയുന്നത് ഞാൻ പറഞ്ഞതല്ലേ ഈ പാവ എൻ്റെ ലക്കിയാണ് എന്ന്. സോ അവൾ തരാത്ത പക്ഷം ഹീറോ അവൻ്റെ കയ്യിലുണ്ടായി ഒട്ടുമിക്ക കാർഡ് എടുത്തു കൊടുത്തു. ആ ടോയ് എനിക്ക് തന്നാൽ ഈ കാർഡൊക്കെ നിനക്കായിരിക്കും. അത് കേട്ടതും അവൾ പാവയെ കൊടുക്കാൻ സമ്മതിച്ചു. എന്നാൽ അവസാന നിമിഷത്തിൽ അവൻ ഈ പാവയെ കിട്ടാൽ അവൻ ഈ കാർഡ് മൊത്തം ബ്ലോക്ക് ചെയ്യുമെന്നോർത്ത് അവൾ കൊടുത്തില്ല. ഇനി ആ പാവയെ കിട്ടാൻ പണമല്ലാതെ എന്ത് വഴി ചിന്തിക്കുമ്പോൾ അസിസ്റ്റന്റ് അവളെ പ്രണയിച്ചാൽ ആ പാവ കിട്ടുമെന്നൊരു ഐഡിയ പറഞ്ഞു. ഇതൊരു നല്ല ഐഡിയ ആയതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനെ കൊണ്ട് അവളെ സ്ഥിരമായിട്ട് അവൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആക്കാൻ പറഞ്ഞു. കൂടാതെ ഡബിൾ സാലറിയും ഓഫർ ചെയ്തു. ഹീറോയുടെ പേഴ്സണൽ ലൈഫും കൈകാര്യം ചെയ്യേണ്ടി വരുന്നതിനാൽ ഹീറോയുടെ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇനിയെങ്ങാനും ഈ അവസരം കിട്ടില്ലെന്ന് കരുതി അവളങ്ങ് സമ്മതിച്ചു. വീട്ടിലെത്തുമ്പോൾ അവൾക്ക് നല്ല ഡൗട്ടും കാണും. പെട്ടെന്ന് എന്തു പറ്റി തന്നെ പേഴ്സണൽ സെക്രട്ടറി ആക്കാൻ? എന്നിട്ട് എന്തിനാണ് തന്നെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഒരുക്കിയെന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ ആ പാവയെ കിട്ടാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നിനക്ക് തോന്നുമ്പോൾ ആ പാവയെ നൽകാം. അതിനു മുന്നേ അവൻ അവൾക്ക് 50 മില്യൺ കൊടുത്തു. ആ പാവയെ വെച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഈ ക്യാഷ് തിരിച്ചെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് കരാറിൽ വരെ ഒപ്പുവെപ്പിച്ചു. കൂടാതെ ലക്ഷറി കാറിൻ്റെ കീയും കൊടുത്തു. ആ കാറിലായിരിക്കും അവൾ പിറ്റേന്ന് ഓഫീസിലെത്തുക. മറ്റ് സ്റ്റാഫുകൾ അവൾ കാറിൽ വന്നിറങ്ങിയത് കണ്ട് ഇവൾ ഇത്രയും പെട്ടെന്ന് പണക്കാരിയായോ എന്ന് പറയുന്നു. ഇവിടെ സാൻ അവളുടെ പുതിയ ഹോട്ടൽ ഉദ്ഘാടന പാർട്ടിയിലേക്ക് ഹീറോയെ ക്ഷണിക്കുന്നു. എന്നാൽ ഹീറോ വരില്ലെന്ന് പറയുകയാണ്. കാരണം കഴിഞ്ഞ തവണ സംഭവിച്ച ഓർത്തിട്ട്. അപ്പോൾ അവൾ ഹീറോയോട് ക്ഷമ പറഞ്ഞു. എന്നാൽ അവൻ അപ്പോഴും വരില്ലെന്നാണ് പറയുന്നത്. ഹീറോ വരാനായി ഹീറോയുമായി ക്ലോസ് ആയി വരുമ്പോൾ ദേഷ്യം വന്ന ഹീറോ നീ ഇപ്പോൾ പോയില്ലെങ്കിൽ ഗാർഡ്സുകളെ വിളിക്കുമെന്ന് പറഞ്ഞ് അവളെ ഓടിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ സിയെ കാണുകയാണ്. അവളോടുള്ള ദേഷ്യത്തിൽ അവളെ തട്ടിയിട്ടിട്ടായിരിക്കും പോവുക. ശേഷം ഒരുപാട് ജോലിയുള്ളതിനാൽ അവൾക്ക് ബോറടിച്ച് ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ അബദ്ധത്തിൽ ഷർട്ടില്ലാത്ത ഹീറോയുടെ ഫോട്ടോ അറിയാതെ ഓഫീസ് ഗ്രൂപ്പ് ഇടുകയാണ്. ഇവളും ഞെട്ടിയിരിക്കുന്ന ടൈമിലായിരിക്കും കറക്റ്റ് ടൈമിൽ ഹീറോ എത്തി. ഇപ്പോൾ തന്നെ ഫോട്ടോ ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ 1 മാസത്തെ ശമ്പളം തരില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇതല്ല വലിയ പ്രശ്നം. അവൾ ലക്ഷറി കാറിൽ വന്നത് ഹീറോയെ മടക്കി കയ്യിലെടുത്തിട്ട് ഹീറോയുടെ കാറിൽ ചെത്തി നടക്കുകയാണ് എന്ന് പറഞ്ഞ് അവളെ അടിക്കാനായി കൈപൊക്കി. കൈ തടുത്ത സിയ അതിന് നിന്റെ കയ്യിൽ വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ചു. ഇനി അതിര് കടന്ന് സംസാരിച്ചാൽ നിന്നെപ്പോലെ ഇതിൽ ഞാൻ മോശമാവും എന്ന് തർക്കമുണ്ടാകുമ്പോൾ ഹീറോയെ കാണുമ്പോൾ സാൻ എല്ലാ കുറ്റം അവളുടെ തലയിലിട്ടു. എന്നാൽ ഹീറോ അവളുടെ വാക്കുകൾ അവഗണിച്ച് സിയയോട് വീട്ടിലേക്ക് വരാനായി പറയുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഷോക്കായി. അവൾക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചത് കൊണ്ടാണ് ബോസ് അവൾക്ക് കാറ് കൊടുത്തത്. ഇപ്പോൾ സാറിന് പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നും അവളെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്ന മുമ്പ് ഒന്ന് ശ്രദ്ധിക്കണം. അവരെ ഓഫീസിൽ നിന്ന് പുറത്താകുമെന്ന് അസിസ്റ്റന്റ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. സിയ ഹീറോയുടെ ക്ഷമ പറയുന്നു. ഫോട്ടോ അറിയാതെ കൈ കൊണ്ട് പോയതാണ്. അതിന് പകരം അവൾ സ്വന്തം കൈ കൊണ്ടുവരെ അത്താഴം പാചകം ചെയ്ത് ഹീറോയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. എരിവുള്ള ഭക്ഷണമായിരിക്കും. പക്ഷേ എരിവുള്ള ഭക്ഷണം ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ പാവയെ കിട്ടുന്നിടത്ത കാലം
ഹീറോ എരിവുള്ള ഭക്ഷണം മുഴുവൻ കഴിക്കുകയും അവളെ പുകഴ്ത്തുകയും ചെയ്തു. പിറ്റേ ദിവസം ഓവർ വർക്കുള്ളതിനാൽ ക്ഷീണിതായ ഹീറോയോട് അവൾ ഒരു റിസോർട്ടിൽ പോയി ഒരു ചൂടുവെള്ളത്തിൽ കുളിച്ച് ഒന്ന് ഫ്രഷായി നിർദ്ദേശിച്ചപ്പോൾ അവനും ഓക്കെ, നല്ല റിസോർട്ടൊന്ന് ബുക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ബുക്ക് ചെയ്ത റിസോർട്ടിൽ എല്ലാ സെറ്റപ്പ് ചെയ്യാൻ അവളായിരിക്കും പോവുക. അവിടുത്തെ ജോലിക്കാരി ഇന്ന് അതിഥികളെ അകത്തേക്ക് വിടില്ല. ഇന്ന് ഹോട്ടൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ബുക്ക് ചെയ്തിട്ടുണ്ട്, സോ ഒന്ന് ബുക്കിങ്ങിലെന്ന് പറഞ്ഞ് അവളോട് പോകാനായി പറഞ്ഞു. അപ്പോൾ അവൾ അവരുടെ ഓണറെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഫോൺ എടുത്തതും അവിടേക്ക് സാൻ വരുന്നു. നീ എന്താ ഇവിടെ? നിന്നെപ്പോലെ ഒരാൾക്ക് ഇത്രയും വലിയ ഹോട്ടലിലേക്ക് വരാൻ പറ്റുമോ എന്ന് കളിയാക്കുമ്പോൾ അവൾ ആ ഹോട്ടലിൻ്റെ ഓണറെ വിളിക്കുന്നു. സാനായിരിക്കും കോള് പോവുക. അവളാണ് ആ ഹോട്ടലിൻ്റെ ഓണറെന്ന് മനസ്സിലായവൾ മുതലാളി ഇത്ര അഹങ്കാരിയാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നവർ അതിലും അഹങ്കാരികളായിരിക്കണം. ദേഷ്യം വന്ന സാൻ അവളൊരു പാഠം പഠിപ്പിക്കാനായിട്ട് ഗാർഡ്സിനെ വിളിച്ച് പുറത്താക്കാനായി പറയുമ്പോൾ മാനേജർ ഓടിയെത്തി സാനെ തടഞ്ഞു നിർത്തി. ഇപ്പോൾ വേണ്ട മേഡം, നിങ്ങളുടെ അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ട്. പോരാത്തതിന് ഹീറോയുടെ ആളാണ്. അവളെ പുറത്താക്കിയാലെങ്ങാനും മാഡത്തിൻ്റെ അച്ഛൻ അറിഞ്ഞാൽ ഒന്ന് ഓർത്തൂടെ? അവളെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യിപ്പിക്കുകയാണ്.